യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ, മോശയാൽ യഹൂദരിൽ മോചനം ചൊരിഞ്ഞവനെ, മനസ്സിലെ മരുവിലും സമാഗമന കൂടാരവുമായി നിൽപ്പു നിൻ മുന്നിൽ ഞാൻ, എൻ്റെ പാപമകറ്റണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദൈവകൃപയുടെ നല്ല ദിവസം നേരുകയാണ്. അനുഗ്രഹപൂർണ്ണമായിട്ട് നിങ്ങളുടെ ജീവിതമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ദൈവികമായിട്ടുള്ള സംരക്ഷണമാണ് നമുക്കും നമ്മുടെ കുടുംബത്തിനും ആവശ്യമെന്ന്. മഹാബാബിലോണിനെ കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നാം ഇന്ന് വായിച്ചു കേൾക്കുന്നുണ്ട്. മഹാബാബിലോണിന് സംഭവിച്ചത്, പാപം ഒരുവന് അല്ലെങ്കിൽ ഒരു ദേശത്തിന് സമ്മാനിക്കുന്നത് എന്താണെന്നും ഇന്നത്തെ രണ്ട് വായനകളും നമ്മളോട് സംസാരിക്കുകയാണ്. ഒന്ന്, പാപം നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു, പാപം അടിമത്തത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. പാപം എന്ത് അടിമത്തത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നുവെന്ന് ചോദിച്ചാൽ, അത് വിജാതീയരുടെ രാജ്യങ്ങൾ നാടിനെ കീഴടക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നതാണ് എന്ന് ഇന്നത്തെ സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. പാപം ആരും അറിയാതെ ചെയ്തുവെന്നും ദൈവം നമ്മെ വിധിക്കില്ല എന്നുമൊക്കെയുള്ള തെറ്റിദ്ധാരണകൾ വിശ്വാസ ജീവിതത്തിലേക്കും കടന്നുകൂടാം. എന്നാൽ അനുരഞ്ജനത്തിലേക്ക്, അനുതാപത്തിലേക്ക് ക്രിസ്തു ക്ഷണിക്കുമ്പോൾ ആ ഓരോ ക്ഷണവും വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുവാനായിട്ടുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, കുഴിയിൽ അവസാനിക്കേണ്ടതല്ല ഞങ്ങളുടെയൊക്കെ ജീവിതം, അടിമത്തത്തിൽ കഴിയേണ്ടതല്ല ഞങ്ങളുടെ ജീവിതം. ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് ഞങ്ങളെ അങ്ങ് ഏറെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കൈവിടുന്ന ദൈവമല്ല, കൈനീട്ടി താങ്ങുന്ന ദൈവമാണ് നമ്മുടേതെന്ന തിരിച്ചറിവിലേക്ക് വരുവാനായിട്ട് അനുഗ്രഹിക്കണമേ എന്നും ഈ ദിവസം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ ദൈവബലിയിൽ നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ജാനറ്റ് വർഗീസ് പറപ്പുള്ളി, ഷൈജു സീവർ മാളിയേക്കൽ, ട്രീസ ബിനു ചെറുപുള്ളി, റീത്ത ചിറമ്മിൽ, കടുങ്ങാമ്പറമ്പിൽ കുടുംബത്തിൽ നിന്ന് മരണമടഞ്ഞു പോയ എല്ലാവരെയും, കെ എം ജോസഫ് ഒറ്റപ്ലാക്കൽ എന്നിവരെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെയും വിശുദ്ധ ബലി യോഗ്യതയോടെ അർപ്പിക്കേണ്ടതിന് നിങ്ങളും ഞാനും യോഗ്യരാകേണ്ടതിന് നമുക്ക് നമ്മുടെ പാപങ്ങൾ ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരീതികളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴം, എൻ്റെ പിഴം, എൻ്റെ വലിയ പിഴം. ആകയാൽ നിത്യനികയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരീകളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം.
പിതാവായ ദൈവമേ, അങ്ങേ വിശ്വാസികളുടെ മാനസങ്ങൾ ഉദ്ദീപ്തമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുക്കർമ്മത്തിൻ്റെ ഫലങ്ങൾ കൂടുതൽ തീഷ്ണതയോടുകൂടി നിറവേറ്റിക്കൊണ്ട് അങ്ങേ കാരുണ്യത്തിൻ്റെ ഔഷധങ്ങൾ കൂടുതലായി അവർ അനുഭവിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. വിശുദ്ധ യോഹന്നാനുണ്ടായ വെളിപാട്. വലിയ അധികാരമുള്ള വേറൊരു ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ആ ദൂതന്റെ തേജസ് നിമിത്തം ഭൂമി പ്രകാശിച്ചു. മാലാഖ വിളിച്ചു പറഞ്ഞു, ബാബിലോൺ നിലം പതിച്ചു, മഹതിയായ ബാബിലോൺ വീണിരിക്കുന്നു. അവൾ പിശാചുകളുടെ ആവാസ കേന്ദ്രവും അശുദ്ധാത്മാക്കളുടെ സങ്കേതവും സർവരും വെറുക്കുന്ന മ്ലേച്ഛ പക്ഷികളുടെ സ്ഥാനവുമായി തീർന്നിരിക്കുന്നു. അവളുടെ പിന്നീട് പ്രബലനായ ഒരു മാലാഖ തിരികല്ലോളമുള്ള ഒരു കല്ലെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബാബിലോൺ നഗരത്തെ ഇങ്ങനെ ഊക്കോടെ എറിഞ്ഞു കളയും. ഇനി അതിനെ കാണുകയില്ല. വീണക്കാരുടെയും ഗായകരുടെയും കുഴലൂത്തുകാരുടെയും കാഹളക്കാരുടെയും സ്വരം നിന്നിൽ കേൾക്കപ്പെടുകയില്ല. കൗശലപ്പണി ചെയ്യുന്ന ഒരു ശില്പിയും ഇനി നിന്നിൽ കാണുകയില്ല. തിരിക്കല്ലിൻ്റെ ശബ്ദം ഇനി നിന്നിൽ മാറ്റൊലി കൊള്ളുകയില്ല. വിളക്കുകളുടെ വെളിച്ചം ഇനി നിന്നിൽ പ്രകാശിക്കുകയില്ല. മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരം നിന്നിൽ കേൾക്കയില്ല. നിന്റെ വശീകരണങ്ങളാൽ സകല ജനതകളും വഞ്ചിതരായി. പിന്നീട് സ്വർഗത്തിൽ ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ ശബ്ദഘോഷം ഞാൻ കേട്ടു. ഹല്ലേലൂയ! രക്ഷയും മഹത്വവും പ്രാബല്യവും നമ്മുടെ ദൈവത്തിൻ്റേതത്രേ. എന്തെന്നാൽ അവിടുത്തെ വിധികൾ നീതിയുക്തവും സത്യാധിഷ്ഠിതവുമാണ്. ദുർവൃത്തി കൊണ്ട് ലോകത്തെ വഷളാക്കിയ വേശ്യയെ അവിടുന്ന് വിധിച്ചിരിക്കുന്നു. തൻ്റെ ദാസന്മാരുടെ രക്തം ചിന്തിയവളോട് അവിടുന്ന് പ്രതികാരം ചെയ്തിരിക്കുന്നു. അവർ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ! അവളെ ദഹിപ്പിക്കുന്ന അഗ്നിയുടെ പുക നിതരം ഉയർന്നുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതരാണ്. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതരാണ്. ഭൂമി മുഴുവനുമേ കർത്താവിനെ സ്തുതിക്കുവിൻ. ആഹ്ലാദപൂർവം കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. സന്തോഷസമേതം അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കുവിൻ. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതരാണ്. കർത്താവാണ് ദൈവമെന്ന് ഗ്രഹിക്കുവിൻ. അവിടുന്ന് നമ്മെ സൃഷ്ടിച്ചു. നാം അവിടുത്തെ സ്വന്തമാകുന്നു. നാം അവിടുത്തെ ജനവും അവിടുത്തെ മേച്ചിൽ സ്ഥലത്തെ ആടുകളുമാണ്. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതരാണ്. സ്തുതികളോടുകൂടെ അവിടുത്തെ പടിവാതിലുകൾ കടക്കുവിൻ. കീർത്തനങ്ങളോടെ അവിടുത്തെ അങ്കണത്തിലേക്ക് പ്രവേശിക്കുവിൻ. അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. ആ തിരുനാമം വാഴ്ത്തുവിൻ. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതരാണ്. എന്തെന്നാൽ കർത്താവ് നല്ലവനാകുന്നു. അവിടുത്തെ കാരുണ്യം എന്നേക്കും. അവിടുത്തെ വിശ്വസ്തത സകല തലമുറകളിലും ഉണ്ടായിരിക്കും. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവർ അനുഗ്രഹീതരാണ്. ഹല്ലേലൂയ! ഹല്ലേലൂയ! മരണം വരെ വിശ്വസ്തരായിരിക്കുവിൻ. എങ്കിൽ ജീവന്റെ കിരീടം നിങ്ങൾക്ക് ഞാൻ തരും. ഹല്ലേലൂയ!
കർത്താവ് നിങ്ങളോടുകൂടെ. ലൂക്ക എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ജെറൂസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദായിൽ ഉള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ, പട്ടണത്തിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ, ഗ്രാമത്തിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തീകരിക്കേണ്ട പ്രതികാരത്തിൻ്റെ ദിവസങ്ങളാണവ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും. അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറുസലേമിനെ ചവിട്ടിമതിക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. സംഭവിക്കുവാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ ഹസ്തപ്രജ്ഞരാകും. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ മോചനം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനം നമ്മെ പാവം. ഈ പൂജാവീതിയിൽ നാഥ, ഒരു കാണിക്കയായി ഞാനീക മമ മനവും കോടിക്കിനാവും കരളുരുകും എൻ വീതനയും. ഈ പൂജാവീതിയിൽ നാഥ, അർച്ചനയാകുന്നോരപ്പം അപ്പമായതും നിൻ വരത്താലേ, ഞാനാവുന്നൊരു സത്യം ഞാനായതും നിൻ കരത്താലേ. അർച്ചനയാകുന്നോരപ്പം അപ്പമായതും നിൻ വരത്താലേ, ഞാനാവുന്നൊരു സത്യം ഞാനായതും നിൻ കരത്താലേ. അപ്പമർപ്പിക്കുമ്പോൾ തവ പാതി ഞാനാവുന്നതെല്ലാം ഈക. സഹോദരങ്ങളെ, നമ്മുടെ ഈ സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവനും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. പിതാവായ ദൈവമേ, അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് അങ്ങേ നാമത്തിന് സമർപ്പിക്കപ്പെട്ട തിരുമുൽ കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അവ വഴി അങ്ങേ സ്നേഹത്തിന് ഞങ്ങൾ അർഹരായി ഭവിക്കുന്നതിനും അങ്ങേ കൽപ്പനകൾ എപ്പോഴും പാലിക്കുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തന് നിത്യമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു,
ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. ശക്തികന്മാരും ധന്യരായ ഭക്തിജോലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് അങ്ങയെ പാടിസ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാൽ നിറഞ്ഞ മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. പ്രിയപ്പെട്ടവരെ, സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള അനുതാപം മാനസാന്തരം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. തിരിച്ചുവരവെന്നും മനം മാറ്റമെന്നുമാണ് മാനസാന്തരത്തിൻ്റെയും അനുതാപത്തിൻ്റെയും വാക്കുകളെക്കുറിച്ചുള്ള അർത്ഥം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചുവരവ് ഞങ്ങൾ നടക്കേണ്ട വഴിയായിരുന്നില്ല എന്നും മനസ്സിന് ദൈവത്തോട് ചേർത്ത് വയ്ക്കുവാനായിട്ടുള്ള കൃപയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിൽ മാനസാന്തരം ആവശ്യമായിട്ടുള്ള വ്യക്തികളെ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുശരീര രക്തങ്ങളുടെ യോഗ്യതയാൽ ഞങ്ങളുടെ കുടുംബം അനുതാപത്തിലേക്കും മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും വരുവാനിടയാക്കണമേ എന്ന് ഈ സ്തോത്രയാഗ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റുകൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമങ്ങ് വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക സന്യാസഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടുകൂടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ
മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവരിലും അവരുടെ നിയോഗങ്ങളിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ യാക്കോബ് ശ്ലീഹയോടും വിശുദ്ധ സെബസ്ത്യാനോസിനോടും വിശുദ്ധ റോക്കിയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ സഹോദരനും നാഥനുമായ ഈശോ നമ്മെ പഠിപ്പിച്ചു. നമുക്ക് ഈ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന് വരുന്നതിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത്. കർത്താവേ, അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സ്വയം പ്രാപിക്കും. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മെ നിത്യശുദ്ധിയിലേക്ക് നയിക്കുമാറാകട്ടെ.
ദിവ്യകാരുണ്യമായിൻ്റെ ഉള്ളിൽ ഈശോ ഇന്ന് വാഴാനെത്തും നേരം മനസ്സൊരുവൻ മെഴുതിരിയാ ഉരുകിത്തെളിയും നാഥനെ വരവേൽക്കാനാ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യജീവൻ നൽകുമപ്പമാകുമ്പോൾ, ദൈവം ദിവ്യകാരുണ്യമായി മാറുമ്പോൾ ദിവ്യജീവൻ നൽകുമപ്പമാകുമ്പോൾ, ഹൃദയം കത്തും അനുഭവമോടെ അവിടുത്തെ സ്നേഹത്തിൻ തിരുമുദ്രയതേറ്റു വാങ്ങിടാ. വാവാ എൻ്റെ ഈശോയേ, വാവാ എൻ്റെ ഈശോയേ, എൻ്റെ ജീവൻ തേടും പുണ്യം നീയാണല്ലോ. സ്നേഹമേ, മോക്ഷമേ, ഭാഗ്യമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവായ ദൈവമേ, ദിവ്യമായ പങ്കാളിത്തത്താൽ ആനന്ദിക്കുവാൻ അങ്ങിടയാക്കിയവരെ അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയാൻ അനുവദിക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിലുണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാരൂപിയും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, കർത്താവിന്റെ സുവിശേഷം അറിയിക്കുവിൻ. ദൈവത്തിനു നന്ദി. സ്വർഗ്ഗകവാടം തുറക്ക്, നാഥ കാരുണ്യവായ്പോടെ തോക്ക്. നിൻ വിളി കേട്ടങ്ങ് വന്ന നിന്റെ ദാസരെ സന്നിധി ചേർക്കു. കർത്താവേ ഗണിണമേ, ഗണിണമേ, കർത്താവേ ഗണിണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നയാൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മേൽ നിന്നാൽ രക്ഷിക്കണമേ. ദൈവമേ, അങ്ങ് കനിവാർന്ന എല്ലാ പാപങ്ങൾക്ക് മാപ്പൊടുക്കുകയും എല്ലാ മനുഷ്യരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ ജാനറ്റ് വർഗീസ് പറപ്പുള്ളി, ഷൈജു സീവർ മാളിയേക്കൽ, ട്രീസ ബിനു ചെറുപുള്ളി, റീത ചിറമിൽ, കടുങ്ങാമ്പറമ്പിൽ കുടുംബത്തിൽ നിന്നും മരണമടഞ്ഞു പോയ എല്ലാവരെയും
KM ജോസഫ് ഒറ്റപ്ലാക്കൽ എന്നിവരെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴി സ്വർഗീയ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവെ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. സൂര്യയുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ഈ സഹോദരരുടെ ആത്മാക്കളും മരിച്ച മറ്റെല്ലാ വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്തിൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ, വൈദികർ, സന്യസ്തരെ എന്നിവരെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷാ മനോഭാവത്തോടും ആത്മധൈര്യത്തോടും കൂടി പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നുദ്ഘോഷിച്ച സങ്കീർത്തകനോട് ചേർത്ത് ഉറച്ച വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങയിൽ ആശ്രയിക്കുന്നു. നിനവേ നിവാസികളെ പോലെ അനുതാപവും പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങയിലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തകാരുണ്യത്തിൽ സംരക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈനീട്ടി താങ്ങുന്ന ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന ബോധ്യത്തിലേക്ക് വരുവാനായിട്ട് ഈ ദിവസം നിങ്ങളെ സഹായിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.